റാന്നി എം.എൽ.എ. ആയിട്ടുള്ള പഴകുളം മധുവിൻ്റെ കാർ ഇന്ദിരാ കട്ട് കഴിഞ്ഞ് കറണ്ട് വന്നപ്പോൾ റാന്നി ഗേറ്റ് എന്ന ബാറിന് മുന്നിൽ കിടക്കുന്ന ദൃശ്യം നാട്ടുകാർ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇന്ദിരാ കട്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വരില്ല എന്ന് കരുതി. എന്നാൽ നാട്ടുകാരുടെ അലക്ക് കൊണ്ട് ഇപ്പോൾ അരമണിക്കൂർ 20 മിനിറ്റാക്കിയൊക്കെ ചുരുക്കി ചിലയിടങ്ങളിലൊക്കെ ഇന്ദിരാ കട്ട് തുടരുന്ന സന്ദർഭത്തിൽ ഇത് കൃത്യമായി മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പഴകുളം മധു റാന്നി ഗേറ്റ് എന്ന ബാറിനകത്ത് ഒന്ന് വിശ്രമിക്കാൻ കയറിയത്. എന്തോ പിടിപ്പിക്കാനാണെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എന്ത് പിടിപ്പിക്കാനാണെന്ന് നമുക്കറിയില്ല. എന്തായാലും എന്തോ പിടിപ്പിക്കാൻ കയറി. ആ പിടിപ്പിക്കാൻ കയറിയത് എന്താണെന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ അത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടാണത്രേ. സാധാരണ തൂഫാൻ എന്ന് പറഞ്ഞാൽ മദ്യലഹരിയുടെ കാര്യത്തിൽ പിടിക്കുന്നതല്ല, അത് കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ, അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പിടിക്കുന്ന പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ്റെ പേരിലാണ് എം.എൽ.എയുടെ മിന്നൽ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്ര എണ്ണം കിട്ടി, എത്ര എണ്ണം പിടിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരമാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം എം.എൽ.എ. ആയതിനു ശേഷം ഇപ്പോൾ വല്ലാത്ത എൻ്റർടൈൻമെൻറ്റ് മൂഡിലാണ്. വൈകുന്നേരം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡൊക്കെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്നതാണ്. അതിൽ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ എം.എൽ.എ. ബോർഡും വെച്ചുകൊണ്ട് നേരെ കാറും കൊണ്ട് ബാറിൽ പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് കയറി തൂഫാൻ കളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും എന്തിനായിരിക്കും ബാറിൽ പോകുന്നത്? അവിടെ തൂഫാൻ കാണിക്കാനൊന്നും അല്ലല്ലോ. അതെന്തിനാണെന്ന് ആർക്കും വിശദീകരിച്ച് തരേണ്ട കാര്യവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ പഴകുളം മധു യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാർ എന്ന ബോർഡിൻ്റെ ഗേറ്റ് കണ്ടപ്പോൾ അദ്ദേഹമല്ല, വണ്ടി അറിയാതെ അതിനകത്തേക്ക് വളഞ്ഞു കയറിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് തൂഫാനാക്കിയിട്ട് പോകാം എന്ന് കരുതി എന്നുള്ളതാണ് എം.എൽ.എയുമായി അടുത്ത് നിൽക്കുന്നവർ ഇതിനെ സംബന്ധിച്ചുള്ള മറുപടിയായി പറയുന്നത്. കോൺഗ്രസ് എം.എൽ.എമാരെല്ലാം ലഹരിക്കെതിരായ കടുത്ത പോരാട്ടത്തിലാണെന്ന് ഈ ഒരു ദൃശ്യം തെളിയിക്കുന്നുണ്ട്. പോരാട്ടമെന്ന് പറഞ്ഞാൽ നിന്ന് തുടങ്ങി പിന്നെ ഇരുന്ന് ഏറ്റവും ഒടുവിൽ പോരാട്ടത്തിലൂടെ കിടന്നു പോകുന്ന അവസ്ഥയുണ്ടെന്ന് വരെ അവിടെ നിന്ന് കരക്കമ്പി പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെ കാണണമെന്ന് നോക്കണേ.